ആക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നവരെ നമ്മൾ എഴുതുന്ന കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. ആക്ടർ എന്ന് പറയുമ്പം ആക്ടർ ഞാൻ നോക്കിയിട്ട് സിനിമയിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടി വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. അവർ വിളിക്കുന്ന സമയത്ത് ചെല്ലുക, അഭിനയിക്കുക, പോവുക. ഉള്ളൊരിക്കൽ ഡയലോഗ് ഇല്ല എന്ന് പറയുമ്പോഴും ഈ തോമസ് കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരേ സമയത്ത് തന്നെ ഒരു വിക്ടിമും ഒരു വില്ലനുമാണ്. കല്യാണം കഴിച്ചപ്പോൾ ഇയാൾ വിചാരിച്ചിട്ടുണ്ടാവും അത് പോയി. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു സാധനം പിന്നീട് അങ്ങോട്ട് വീണ്ടും ഇത് വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ നിസ്സഹായാവസ്ഥയും അങ്ങനെയൊക്കെ മൈൻഡിൽ കുറേ വർക്ക് ചെയ്യും. നമ്മൾ ഓരോ പടം ചെയ്യുമ്പോഴും നമ്മുടെ വിചാരം നമുക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രം കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ട് ഓക്കെ അവർ പറയുന്ന സാധനങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ലെയറുകളിൽ വർക്ക് ചെയ്യുമ്പം കഥാപാത്രങ്ങൾ നമ്മൾ ഡയറക്റ്റ്ലി സബ് കോൺഷ്യസിലേക്ക് പോകും ഒരു വ്യൂവറിൻ്റെ. അപ്പം അയാൾ കാണുന്നതിലുപരി അയാളുടെ ഉള്ളിൽ വേറെന്തോ ഒരു സാധനം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു വെപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് പല കഥാപാത്രങ്ങളും ഇപ്പം നമുക്ക് പലരും ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെയറുകളായിട്ട് ഈ ലെയറുകൾ നമുക്ക് വിസിബിൾ ആയിരിക്കണമെന്നില്ല. സിനിമാ ഭ്രാന്തറിൽ നിന്ന് കൂടെ ഉള്ളത് പ്രശാന്ത് മുരളി. പ്രശാന്ത് ഏട്ടാ, വെൽക്കം ടു സിനിമാ ഭ്രാന്തർ. കുറച്ച് നാളായിട്ട് വിളിച്ച് ഇന്നാണ് ഇങ്ങനെ കാണാൻ പറ്റിയത്. സോ എങ്ങനെ പോകുന്നു ഇപ്പം ഫുൾ സിനിമ ലൈഫ്? കുറച്ച് വർഷമായി സിനിമയിൽ ഇപ്പം കൂടുതൽ ക്യാരക്ടേഴ്സും റോൾസും ചെയ്തത് വരുന്നു. എങ്ങനെയുണ്ട് സിനിമാ ജീവിതം ഇപ്പോൾ പോകുന്നത്? ഇപ്പം 2025 വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. 2024 പൊതുവെ സിനിമകൾ കുറവായിരുന്നു തോന്നുന്നു, മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. പതിയെ പിക്കപ്പായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഒരു റൈറ്ററുമാണ് ആക്ടറുമാണ്. അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് അച്ഛൻ ആർട്ടിസ്റ്റ് കൊണ്ടുപോകാൻ പറ്റുന്നത്? റൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നവരെ നമ്മൾ എഴുതുന്ന കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. പരിപാടികളൊന്നും ഇറങ്ങിയിട്ടില്ല അങ്ങനെ എഴുതിയിട്ടുള്ളത്. പിന്നെ ആക്ടർ എന്ന് പറയുമ്പം ആക്ടർ ഞാൻ നോക്കിയിട്ട് സിനിമയിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടി ആക്ടിങ് ആണ്. വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല. അവർ വിളിക്കുന്ന സമയത്ത് ചെല്ലുക, അഭിനയിക്കുക, പോവുക. പക്ഷേ ഈ റൈറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും ഇതിൻ്റെ കൂടെ ഫുൾ ടൈം ഇങ്ങനെ സമയത്തിന് പരിധിയില്ലാതെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ആക്ടിങ് അങ്ങനെ നോക്കുമ്പോൾ ഓക്കെയാണ്. ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആക്ടിങ് ആണോ ഡയറക്ഷൻ ആണോ റൈറ്റിംഗ് ആയിരുന്നു? എവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നത്? ഞാൻ ആക്ടിങ് എന്ന് വെച്ചാൽ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. അപ്പം ഞാനവിടെ സെലക്ട് ചെയ്ത കോഴ്സ് ആക്ടിങ് ആണ്. പിന്നെ ആക്ടിങ് ആണ് എനിക്ക് തോന്നുന്നത് കുറേ കുഞ്ഞുനാട്ടിലും കുറേ ആക്ടിങ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് വന്നു കഴിഞ്ഞ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഡയറക്ഷനും സിനിമാറ്റോഗ്രാഫിയൊക്കെ ഇങ്ങനെയാണ് എന്നുള്ള പരിപാടി തോന്നിയത്. പിന്നെ റൈറ്റിങ്ങിലൊരു താല്പര്യമുണ്ടെന്നുള്ളൂ, സ്കില്ലുണ്ടെന്നൊന്നും അറിയത്തില്ല. ഈ പൊതുവെ എല്ലാവരും പറയാറുണ്ടല്ലോ ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു റോളിൽ ഇപ്പം ആക്ടിങ്ങോ അല്ലെങ്കിൽ ഡയറക്ഷൻ അസിസ്റ്റൻസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിങ്ങിലോട്ട് കയറിയാലും അവിടെ നിന്ന് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷനിലോട്ട് കയറി അവിടെ നിന്ന് ആക്ടിങ്, അത് കുറച്ച് എളുപ്പമായിരിക്കും എന്നൊരു വിചാരം പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ പ്രശാന്തേട്ടൻ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ശരിക്കും അത് ഈസിയാണ്. ഇപ്പം ആക്ടറായിട്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറായി അവിടെ നിന്ന് ഇപ്പോൾ ഈ ഡയറക്ഷൻ അല്ലെ റൈറ്റിംഗ് അതിലോട്ട് മാറാൻ എളുപ്പമാണോ? ഒരു ആക്ടറായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ടേഴ്സിന്റെ കോണ്ടാക്ട് കിട്ടുമല്ലോ. അപ്പം നമ്മളവരുമായിട്ട് സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ നല്ല കഥയുണ്ടത് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കാവും. പക്ഷെ എന്നിട്ടും വർക്കായിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഇതിപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ ഒരു സിനിമ റോള് ഷിഫ്റ്റ് ചെയ്തിട്ട് എങ്ങനെ അത് വർക്കാവുമെന്നും പറയാൻ പറ്റില്ല നമുക്ക് ശരിക്കും. ഡയറക്ഷനിലേക്ക് വന്നിട്ട് ആക്ടിങ്ങിലേക്ക് കയറി ഇപ്പം ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആക്ടിങ്ങിലേക്ക് വന്ന് അയാൾ അതിനകത്ത് എസ്റ്റാബ്ലിഷ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത്രയും ടാലന്റഡ് ആണ്. അങ്ങനെ ഒരു കൺസെപ്റ്റാണുള്ളത്. ഇത് പറയുന്ന പോലെ ഇത് വർക്കാവാതിരിക്കും. വലിയ ആക്ടേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, വലിയ ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യാൻ വരുന്നുണ്ട്. ചിലരുടെ ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അപ്പോൾ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചു, അവിടെ നിന്ന് ഇപ്പം ആക്ടിങ് കരിയറിലേക്കുള്ള ഷിഫ്റ്റ് ഈസി ആയിരുന്നോ? അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പം ഞാൻ അങ്കമാലി ഡയറീസിൽ ഓഡീഷന് പോയിട്ടാണ് ആദ്യം ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ അഭിനയിക്കുന്നത്. അതിന് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഏതെന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുന്ന കണ്ടിട്ട് ആൾക്കാർ വിളിക്കുന്ന. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ട് പെട്ടെന്ന് ആക്ടറായോ എന്ന് ചോദിച്ചാൽ യെസ് ആൻഡ് നോ എന്ന് പറയേണ്ടി വരും. കാരണം എൻ്റെ കൂടെ പഠിച്ച ആരും അങ്ങനെ അധികം മുന്നോട്ട് വന്നില്ല. പക്ഷെ അവിടെ പഠിച്ചുകൊണ്ട് എൻ്റെ കുറേ പോരായ്മകൾ എനിക്ക് നികത്താനും പിന്നെ ഈ സിനിമ മൊത്തത്തിൽ മനസ്സിലാക്കാനും പറ്റി. ഒരു ആക്ടർ എന്ന് പറയുമ്പം ഞാൻ നൈസായിട്ട് നോക്കും ഏത് ലെൻസ് ആയിട്ടേക്കുന്നതെന്ന്. അപ്പോൾ ലെൻസ് ഏതായിട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
അതിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം അതനുസരിച്ച് ചെയ്യാനും അതനുസരിച്ച് റിയാക്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്കില്ല് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ടെക്നിക്കൽ പരിപാടികൾ ആക്ടിങ്ങിലുള്ളത് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ഒരു സിറ്റുവേഷനോട്. ഇപ്പം ഈ പല ടൈപ്പിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തു തരും. നമ്മളെ ഇപ്പം ചിരിപ്പിക്കുന്ന ആയിക്കോട്ടെ, ഇപ്പം ഉള്ളൊഴുക്ക് സിനിമയിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഇപ്പം ചേട്ടന് ചാലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും കൂടുതൽ അത്തരത്തിലുള്ള ക്യാരക്ടർ വേണം എന്ന് ക്രേവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കും? പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെ ആയിരിക്കുമല്ലോ കൂടുതൽ. പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാ ആക്ടേഴ്സിന്റെ ആഗ്രഹം. അപ്പം നമ്മുടെ റേഞ്ചിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് കോൺഫിഡൻസിൽ നമ്മളെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോള് അങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ട്. ഇതുവരെ ഇപ്പം എന്നെ കാസ്റ്റ് ചെയ്യുമ്പോഴും പല ഡയറക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലേ? ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതേ സ്ഥാനത്ത് തന്നെ ഇപ്പം പ്രശാന്ത് ഇപ്പം നീ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ നീ നോക്കുന്ന പറയുന്ന ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ചലഞ്ചിങ് ആണല്ലോ. ഒരു ഡയറക്ടർ ആക്ടറാണോ അതോ ലൈക് പ്രശാന്തന്റെ ഒരു ആക്ടിങ് എങ്ങനെയാ? അത് ഡയറക്ടർ ആക്ടറാണോ മെത്തേഡ് ആക്ടറാണോ എങ്ങനെയാ പറയാ? എനിക്ക് ഇപ്പോൾ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ഡിസ്കസ് ചെയ്യും, ഇന്നൊക്കെയാണ് സംഭവങ്ങൾ, ഇപ്പം ഈ രീതിയിലൊക്കെ ഈ ക്യാരക്ടറിന് പോകാൻ പറ്റും, ഈ രീതിയിലൊക്കെ പറയാൻ പറ്റും, ഇപ്പോൾ ഇതിലേതാ വേണ്ടെന്നുള്ള കാര്യം ചോദിക്കും. മിക്കവാറും ഒരു 90% സമയങ്ങളിലും നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ഡയറക്ടേഴ്സ് പറയുവാണ് അതങ്ങനെയല്ല, അതിങ്ങനെ, അല്ലെങ്കിൽ അത് ഓക്കെയാണ്, അത് നല്ലതാണ്, അങ്ങനെ പോകാറാണ് പതിവ്. മെത്തേഡല്ല, ഒരു ക്യാരക്ടറിൻ്റെ ഒരു മാനസിക സഞ്ചാരമാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഇമോഷണൽ ജേർണി ഉണ്ട്. അപ്പോൾ ആ ജേർണിക്ക് ലോജിക്കലായിട്ട് കണക്ട് ആവുന്ന ആക്ഷൻസും ഡയലോഗ് ഡെലിവറി അങ്ങനെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അറിയില്ല, ഞാൻ ചെയ്യുന്നു, ഡയറക്ടർ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ആവശ്യമുണ്ടാവില്ല, കാരണം ആ ഡയറക്ടർക്ക് വേറൊരു വിഷൻ ഉണ്ടാവും. അപ്പോൾ ആ വിഷനിലേക്ക് എത്താനായിട്ട് ചിലപ്പം കുറച്ച് കഷ്ടപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഓക്കെയാണ്. ഇപ്പം ഉള്ളൊഴുക്ക് സിനിമ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ എനിക്കൊന്ന് വളരെ ചുരുക്കം ഡയലോഗ്സ് അത്രയുമാണുള്ളത്, പക്ഷേ സിനിമയുടെ ത്രൂ ഔട്ട് ഈ ക്യാരക്ടറുണ്ട്. എനിക്കൊന്ന് അത് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കില്ലേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പെർഫോം ചെയ്യാനില്ല അവിടെ, പക്ഷേ ഈ മരിച്ചു കിടക്കുന്നതിന് അപ്പുറത്ത് ഉർവശി ചേച്ചിയുടെയും പാർവതിയുടെയും ഡയലോഗ്സ് അത് വരുന്നുണ്ട്. ആ സമയം എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക? ആ സമയത്ത് ജീവൻ പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്വാസം പിടിച്ച് കിടക്കുകയാണല്ലോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ആക്ടിങ്ങിൽ ഒരു മൊമെൻ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എന്ത് ഡയലോഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു റിയാക്ഷൻ ആണെങ്കിലും ആ കഥാപാത്രത്തിനും ആ സാഹചര്യത്തിനും ചേരുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് വന്നു കഴിയുമ്പോൾ തന്നെ ആ റിയാക്ഷൻ കട്ട് ചെയ്ത് തരുമ്പോൾ തന്നെ നമ്മുടെ പ്രസൻസ് അവിടെ ആയി. അപ്പോൾ ആ കറക്റ്റായിട്ട് റിയാക്ട്, മറ്റേ ശ്രീനിവാസൻ ചേട്ടൻ പടത്തിൽ പറയുന്ന പോലെ ആക്ടിങ് ഈസ് നോട്ട് വാട്ട് റിയാക്ടിങ് ഈസ് ബിഹേവിങ് എന്ന് പറയുന്ന പോലെ ആ സീനിൽ നമ്മൾ ബിഹേവ് ചെയ്ത് ആ സീനിനൊരു ലൈഫ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ക്യാരക്ടർ അതുകൊണ്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊഴുക്കിൽ ഡയലോഗ് ഇല്ല എന്ന് പറയുമ്പോഴും ഈ തോമസ് കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരേ സമയത്ത് തന്നെ ഒരു വിക്ടിമും ഒരു വില്ലനുമാണ്, രണ്ട് രീതിയിലും ഉണ്ട്. അപ്പോൾ ഇയാൾ തുടക്കത്തിൽ ചിലപ്പം കല്യാണം കഴിച്ചപ്പോൾ ഇയാൾ വിചാരിച്ചിട്ടുണ്ടാവും അത് പോയി, അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു സാധനം പിന്നീട് അങ്ങോട്ട് വീണ്ടും ഇത് വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ നിസ്സഹായാവസ്ഥയും അങ്ങനെയൊക്കെ മൈൻഡിൽ കുറെ വർക്ക് ചെയ്യും. എന്തായിരുന്നു ചോദിച്ചത്? നമുക്ക് ഡയലോഗ് ഓക്കെ അങ്ങനെ. അപ്പൊ അത് ചലഞ്ചിങ് ആണ് ശരിക്കും. അത് എങ്ങനെയായിരിക്കും? അതിനുള്ളൊരു മെന്റൽ പ്രിപ്പറേഷൻ ഉണ്ടാവില്ലേ? മെന്റൽ പ്രിപ്പറേഷൻ എന്നതിലുപരി നമുക്ക് ഇൻഫർമേഷൻ ആണ് വേണ്ടത്. കാരണം ഒരു അസുഖം ഉണ്ടായി കഴിയുമ്പോൾ ഒരാൾ എങ്ങനെയാണ് ഈ ഒരു അസുഖം ഉണ്ടാകുമ്പോൾ എന്താണ് അതിനകത്ത് മറ്റേ ഈ ലാസ്റ്റ് മൊമെന്റിൽ മരിക്കുന്ന സീനിൽ ഇങ്ങനെ ഒരു അസുഖമുള്ള ആളെ എങ്ങനെയാണ് മരിക്കുന്നത്, ആ ഒരു ടൈമിൽ ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ സിനിമകളിൽ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഇത്ര ഡീറ്റെയിൽഡിൽ അത് ചെയ്യാൻ പറ്റണമെന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ഇയാൾക്ക് ഇന്ന അസുഖമാണ്, ഇന്ന അസുഖം ആയിട്ടായിട്ട് വീണു, ആശുപത്രി കൊണ്ടുവന്നു, അയാൾ പതുക്കെ റിക്കവറായി വരുന്നു, ആ സമയത്ത് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഏത് രീതി വേണേലും ഇപ്പോൾ അവിടെ ഒരു ഡോക്ടറാണ് ശരിക്കും ആ സീൻ അഭിനയിക്കാൻ വന്നത്. അപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഇതെന്ത് ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും? പുള്ളി പറഞ്ഞാൽ അത് ആ രീതിയിൽ ചെയ്യാം. ഞാൻ ചോദിച്ചു ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ? അങ്ങനെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം എന്നുള്ളൊരു സാധനം. പിന്നെ അതിന് മാക്സിമം സിനിമാറ്റിക് മൊമെന്റ് കൊടുക്കുക, സിനിമാറ്റിക് ആയിട്ട്
എന്താണ് പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ സോറി പറയാൻ പറ്റാത്ത അങ്ങനെ കുറെ ഇമോഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവളോട് സോറി പറയാൻ വരുന്നിടത്തായിരിക്കും ഇയാൾ മരിച്ചു പോകുന്നത് എന്നുള്ളൊരു സാധനത്തിലാണ് ഞാനത് വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ ഈ പറയുന്ന പോലെ ഒരു സാധനം ആ സീൻ മനസ്സിലിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത്. ഒരു ഡയറക്ടർ ഈ ഒരു സീൻ നറേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഡയറക്ടറിൻ്റെ ഒരു പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ ഒരു ആസ് ആക്ടർ പിന്നെ പ്രശാന്തൻ്റെ ഒരു റൈറ്റിംഗ് സൈഡും കൂടെ ഉള്ളത് കൊണ്ട് പല പെർസ്പെക്റ്റീവിൽ ഈ ഒരു ക്യാരക്ടറിനെ മാറ്റി ചിന്തിപ്പിക്കാമല്ലോ. അപ്പോൾ ഈ തോമസ് കുട്ടി എന്ന ക്യാരക്ടർ ഇപ്പം ഈ സോറി പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞല്ലോ, അത് ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് അതിനുണ്ടായിരുന്നു. അതായത് പാർവതിയുടെ ക്യാരക്ടർ അവിടെ പ്രഗ്നന്റ് ആണ് എന്നുള്ളത് പറയാൻ വരുന്നു, അവിടെ മരിക്കാണ്, തോമസ് കുട്ടി പിന്നെ ഇല്ല. പക്ഷെ തോമസ് കുട്ടിയുടെ പെർസ്പെക്റ്റീവ് ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കിപ്പോഴും അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. അത് ഡയറക്ടർ തന്നെ നറേറ്റ് ചെയ്തായിരുന്നു ആ ഒരു രീതിയിൽ, സ്വയം ബിൽഡ് ചെയ്ത് തന്നതായിരുന്നു. അങ്ങനെയല്ല, ഇപ്പം അവർക്ക് അവൻ മരിക്കുന്നു എന്നുള്ള ഒരു മൊമെന്റ് ആണ്. ഇവള് പറയാൻ വരുന്നു, ഇവളിത് പറയാൻ വരുന്ന സമയത്ത് പറയുന്നതിന് മുമ്പ് അവൻ മരിച്ചു പോകുന്നു. അപ്പൊ അമ്മ അത് അവര് ഡയറക്ടർ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അമ്മയുടെ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കും, മോനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരണം, ഇപ്പൊ ഇങ്ങനെ ഒരു വാർത്ത കിട്ടി കഴിഞ്ഞാൽ അവൻ ഹാപ്പി ആവും. പക്ഷെ അതേ സമയത്ത് അവളുടെ ഒരു മെന്റൽ ട്രോമ എന്ന് പറയുന്നത് വേറെ ഒന്നാണ്. ഇവന്റെ മോനല്ല ഒന്നാമത്, അല്ലെങ്കിൽ ഇവന്റെ കുട്ടിയല്ല, പക്ഷെ ഇവന്റെ അടുത്ത് പറയണം ഞാൻ പ്രഗ്നന്റ് ആണ്. അങ്ങനെ അവർ ആ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നു. ഈ മൊമെന്റിൽ തോമസ് കുട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, തോമസ് കുട്ടി മരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ തോമസ് കുട്ടിക്ക് ഒരു സോറി എങ്കിലും ലൈഫിൽ അവസാനമായിട്ട് അവളുടെ അടുത്ത് പറയണം ഉണ്ട്. പക്ഷെ ആ സോറി പറയാനായിട്ട് ഇപ്പം എനിക്ക് ആ സമയത്ത് തോമസ് കുട്ടി മരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ ലെയർ ഞാൻ അങ്ങനെ വർക്ക് ചെയ്തത്. ഒരുപക്ഷെ തോമസ് കുട്ടി ആ മൊമെന്റിൽ മരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ സോറി പറയുന്നതിനെ കുറിച്ച് ആലോചിക്കില്ല, അയാൾ തിരിച്ചു വരും. മനസ്സിലായത്? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഈ പറയുന്ന പോലെ ഡയറക്ടറുടെ ഉള്ളിൽ എത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, ഈ രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു കഥാപാത്രത്തിന് അത്രയും ചിന്തിച്ച് കൂട്ടേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവാം. ബാക്കി നമ്മുടെ ആക്ടേഴ്സിന്റെ കയ്യിലുള്ളതാണ്. ഇതുപോലെ ഈ റൈഫിൾ ക്ലബിലെ ക്യാരക്ടറിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലുള്ള എന്തെങ്കിലും ലേയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡയറക്ടർ പറഞ്ഞതിന് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ലേയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതിലെ ഇപ്പം ട്രെൻഡിങ് ആവുന്ന ഡയലോഗ് ഉണ്ട്, നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് മറ്റൊരു ജീവൻ എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത്. അത് ഭയങ്കര ഈ റൈഫിൾ ക്ലബിന്റെ ഒരു പ്രത്യേകത തന്നെ ഇങ്ങനെ വെടിവെക്കാൻ പോകുന്ന ഒരു അച്ഛൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള അച്ഛന്മാരല്ലാതെ മറ്റൊരു രീതിയിൽ ലൈഫിനെ നോക്കിക്കാണുന്ന ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു വെറൈറ്റി ഉണ്ട്. അത് തന്നെ നമുക്കൊരു കിക്കാണ്. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുള്ളൊരു സാധനം വരും. അപ്പം ഇത് ശരിക്ക് ഇയാളിത് എപ്പോഴാണ് പുറത്ത്, ഇപ്പം ചേട്ടൻ ഭയങ്കര കുടികാരനായിട്ട് നടക്കുമ്പം ഇവൻ ചേട്ടനെ മദ്യം പോലും കുടിക്കാൻ സമ്മതിക്കുന്നില്ല, കുടിച്ച് അലമ്പുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല, നമ്മുടെ വീട്ടുപേര് പോകും, അതായത് എന്നൊക്കെ ഇവന് ഭയങ്കര കൺസേൺ ഉണ്ട്. അതേ സമയത്ത് തന്നെ പന്നിനെ വെടിവെക്കാനും അല്ലെ പോത്തിനെ വെടിവെക്കാനും പോകുന്നതിനകത്ത് ഇവന് വേറൊരു മൈൻഡ് സെറ്റാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ ഒന്നിപ്പിക്കും? ഇപ്പൊ ഒരു ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മൈൻഡ് സെറ്റ് ആയിരിക്കും, ഒറ്റ മൈൻഡ് സെറ്റാണ്. അപ്പം അയാള് മൃഗങ്ങളെ കൊല്ലുന്ന പോലെ മനുഷ്യനെ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ച് അയാൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അയാളുടെ ഉള്ളിൽ ഡെവലപ്പ് ആകും, കൊന്നു. പക്ഷെ ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു പ്രീസ്റ്റാണ്. ഇയാൾ പള്ളി എന്ന് പറയുന്ന ഒരു സാധനം കാട്ടി ചെല്ലുമ്പോൾ സംഭവിക്കുന്ന വേറൊരു സാധനം. അപ്പൊ ഇതെങ്ങനെ സെറ്റാവും, ഇത് ഈ ക്യാരക്ടർ എങ്ങനെ സെറ്റാവും എന്നുള്ളത് എനിക്ക് ഭയങ്കര ത്രൂ ഔട്ട് കൺഫ്യൂഷനുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ അതങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ട് അങ്ങനെ ചോദിക്കാൻ മാത്രം, ഇത് നമ്മൾ ഓരോ പടം ചെയ്യുമ്പോഴും നമ്മുടെ വിചാരം നമുക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രം കിട്ടുമോ എന്നുള്ളൊരു സംശയം ഉള്ളത് കൊണ്ട് ഓക്കെ അവർ പറയുന്ന സാധനങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ തുടക്കത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴാണല്ലോ ഞാൻ ഈ ബോഡി ലാംഗ്വേജിൽ കുറച്ച് ഇങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇയാളുടെ മൊത്തത്തിലുള്ള ഒരു അടക്കം ഒതുക്കും, ഈ പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു അടക്കം ഒതുക്കും ബോഡി ലാംഗ്വേജ് കൊടുക്കും, കാരണം അത് മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഇയാൾ ആ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴാണ് ഇയാൾ പുറകിലാണ് നിൽക്കുന്നത്, ഭയങ്കര ഇതായിട്ടല്ല നിൽക്കുന്നത്. അപ്പോഴാണ് പുള്ളി പറയുന്നത് കയറി വന്നിട്ട് ഈ പാപബോധം ഒന്ന് മാറ്റിക്കൊടു, ഇത് ഭയങ്കര കൺഫ്യൂഷനാണ് ഇവിടെ എന്ന് പറയുമ്പോഴാണ് ഇയാൾ മുന്നോട്ട് കയറി വരുന്നത്. അപ്പം ആ സമയത്ത് ഇയാൾ പറയാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആ എൻ്റയർ ഫിലിമിൻ്റെ ഒരു തീമാണ്. അപ്പം അത്രയ്ക്ക് വലിയ റെസ്പോൺസിബിൾ ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇയാൾ വരുന്നു. അപ്പം അവിടെ നമ്മൾ ആലോചിച്ച് മനസ്സിലാവും, വെറുതെ ഒരു കഥാപാത്രമാണെങ്കിൽ അതിനത്ര റെലവൻസ് വരില്ല. ഇതൊരു അച്ഛൻ വന്ന് പറയുമ്പോൾ ഉള്ളൊരു റെലവൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ആ റെലവൻസ് ആണ് പെട്ടെന്ന് ആളുകളിലേക്ക് കണക്ട് ആയത്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ കഥാപാത്രം അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ കഥാപാത്രം ഇതിനു മുമ്പ് എന്ത് ചെയ്യുന്നു, അങ്ങനെ ഈ ഇൻഫർമേഷൻ എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തോമസ് കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ആ കഥാപാത്രം അയാൾ ചെറുപ്പത്തിൽ ഇയാൾ ഫിക്സ് വരുമ്പം അമ്മ എന്നെ തല്ലല്, ഞാൻ കളിപ്പാട്ടം കളഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്, അത് ക്ലിയർ അല്ല ഇയാൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഓർമ്മകളിലേക്കാണ് ഇയാൾ പെട്ടെന്ന് പോകുന്നത്.
അപ്പോൾ ഇങ്ങനെയുള്ള ലെയറുകളിൽ വർക്ക് ചെയ്യുമ്പം കഥാപാത്രങ്ങൾ നമ്മൾ ഡയറക്റ്റ്ലി സബ് കോൺഷ്യസിലേക്ക് പോകും ഒരു വ്യൂവറിൻ്റെ. അപ്പം അയാൾ കാണുന്നതിലുപരി അയാളുടെ ഉള്ളിൽ വേറെന്തോ ഒരു സാധനം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു വെപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് പല കഥാപാത്രങ്ങളും ഇപ്പം നമുക്ക് പലരും ചെയ്യുമ്പോൾ ഇതിൻ്റെ ലെയറുകളായിട്ട് ഈ ലെയറുകൾ നമുക്ക് വിസിബിൾ ആയിരിക്കണം എന്നില്ല. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ അങ്ങനെ ശരിക്കും ലെയറുകളുള്ള കഥാപാത്രം കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അത്ര മനസ്സിലാക്കിയത്. മനസ്സിലായി. അപ്പൊ എനിക്ക് കുറെ ക്യാരക്ടേഴ്സിനെ പറ്റി ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ജാനേമനിലെ ക്യാരക്ടർ അതിപ്പോ എനിക്കൊന്ന് ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെന്റ് ക്യാരക്ടർ തന്നെയാണ്. അതിലും ഈ പറഞ്ഞ ഒരു കാരണം ഇതിനകത്ത് ഈ ജാനേമനിലെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇയാള് ഒറ്റ മൈൻഡാണല്ലോ, ഇയാൾക്ക് ഒറ്റ ബുദ്ധിയാണ് ഇയാള്. അപ്പൊ ഈ ഒറ്റ ബുദ്ധി എന്നുള്ള കഥാപാത്രത്തിന് ഞാൻ കുറെ ആലോചിച്ചു ഏത് രീതിയിൽ ലെയർ കൊടുക്കാൻ പറ്റും എന്ന് ആലോചിച്ചു. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവന്റെ കൂട്ടുകാരൻ ഇവൻ ജീവനാണ്. ഇപ്പൊ ബാക്കി എല്ലാ കാര്യത്തിലും ഇവൻ ഉടായിപ്പാണ്, ഇവൻ മറ്റേതൊക്കെ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറഞ്ഞൊക്കെ വരും. പക്ഷെ ഇവന്റെ കൂട്ടുകാരൻ ഉള്ള ഒരു ആസ്പെക്ട് വന്നു കഴിയുമ്പോൾ ഇവൻ ഭയങ്കര ജെനുവിനാണ്. കാരണം നീ എങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല, പുറത്തൊക്കെ അവൻ എഴുതി വെച്ച് കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇവന്റെ കൺസേൺ ഉണ്ട് ഈ കൂട്ടുകാരൻ്റെ അടുത്ത്. അന്ന് അവന്മാരും ഇല്ലായിരുന്നല്ലോ, അന്ന് ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇയാളുടെ ഒരു പൊസസീവ്നെസ് ഉണ്ട്. അങ്ങനെ പല ലെയറുകളിൽ ട്രാക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റന്മാര് സജീന്റെ കഥാപാത്രം പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണേലും നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെല്ലാരും വിളിച്ച് എണീപ്പിച്ച് വരുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലെയറിൽ ഞാൻ ശരിക്കും ജാനമന്റെ കഥാപാത്രത്തിൽ വർക്ക് ചെയ്തായിരുന്നു. ഒരു ക്യാരക്ടർ ലൈക്ക് സ്വയം ഇൻവോൾവ് ചെയ്യിക്കുന്ന ഇങ്ങനെ ചില ആക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം ടേക്കിന് തൊട്ട് മുന്നായിട്ട് ചിരിച്ചു കളിച്ചിരിക്കും, ആക്ഷൻ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ക്യാരക്ടറിലോട്ട് ഇന്നാവും. ചിലരുണ്ട് ത്രൂ ഔട്ട് ആ സെറ്റിൽ നിൽക്കുന്ന അത്രയും സമയം ക്യാരക്ടറായി തന്നെ ആയിരിക്കും ജീവിക്കുക. പ്രശാന്തായിട്ട് ഏതിലാണ് പെടുന്നത്? തുടക്ക ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം നമുക്കറിയില്ല നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അടുത്ത് അങ്ങനെ ഒന്നും പറഞ്ഞു തരില്ല, സ്ക്രിപ്റ്റും തരില്ല. അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇന്നത് ചെയ്തോ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൊമെന്റിൽ എങ്ങനെ ഈ എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ ഇത് മാക്സിമം നാച്ചുറലായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ള പഠനമായിരുന്നു ശരിക്ക് എന്നുവെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫുള്ള് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഓരോ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങൾ വരും, ഞാൻ ഭയങ്കര പ്രിപ്പയർഡ് ആവാതെ പോയിട്ട് പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ആരും പറഞ്ഞിട്ട് ചെയ്തൊന്നുമല്ല, ഞാൻ തന്നെ ചെയ്ത് നോക്കിയതാണ്. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്തത് ശരിക്കും സിനിമയിൽ വന്ന തുടക്ക സമയത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്യും കഥാപാത്രത്തിൻ്റെ കാര്യങ്ങൾ, ഡയലോഗുകൾ, എന്തുകൊണ്ട് ഇത് പറയുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞാൽ നല്ലതല്ലേ, അങ്ങനെയുള്ള ഡിസ്കഷൻസ് വരും. ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാക്കും. എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളിൽ. ഒരുപാട് വലിയ ഡയറക്ടേഴ്സ്, സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആകുമ്പോൾ നമുക്കൊന്നും ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം അസോസിയേറ്റിനോട് ചോദിച്ചിട്ട് ഒരു ഇൻഫർമേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ മൈൻഡിൽ ഇത് ബിൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ആ മൊമെന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സെറ്റില് അത്യാവശ്യം ഹാപ്പി ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും എന്നൊരു ആളാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ റൈറ്റർ പെർസ്പെക്റ്റീവും കൂടെ അറിയണമെന്നുണ്ട്. ഇപ്പൊ കുറേ സിനിമകളുടെ ഭാഗമായി കുറേ സിനിമകൾ അഭിനയിച്ചു. അപ്പം ഈ കുറേ സിനിമകളിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് റൈറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അതായത് കുറേ ഈ ക്യാരക്ടർ ഡെപ്ത് മനസ്സിലാക്കാനും ആ ഡെപ്ത് മനസ്സിലാക്കി എഴുതാനും ഒക്കെ റൈറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്തു. ഇത് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓരോ മൊമെന്റും നിങ്ങൾ നിങ്ങളുടെ കഥാപാത്രങ്ങൾക്കോ അല്ലെങ്കിൽ റൈറ്റിങ്ങിനോ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾ കാണുന്ന ആൾക്കാർ, സംസാരിക്കുന്ന ആൾക്കാർ, അവരുടെ പ്രവൃത്തികളുടെ അവരുടെ റിയാക്ഷൻ, ഇതെല്ലാം നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അത് സബ് കോൺഷ്യസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. കാരണം നമ്മൾ ഓരോ സമയത്ത് ഇത് ചെയ്യാൻ നോക്കുമ്പം, അഭിനയിക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഈ റിസോഴ്സിന് വേണ്ടിയിട്ട് മൈൻഡിൽ സെർച്ച് ചെയ്യും. പക്ഷെ ഇതെങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വല്ലതും ഉണ്ടോ, അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആലോചിക്കും. ഭയങ്കര വിസിബിൾ ആയിട്ടല്ല, അല്ലാതെ. അപ്പം നമ്മൾ കണ്ടിട്ടുള്ള നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലേക്ക് വരാറുണ്ട്. അപ്പം റൈറ്റിങ്ങിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വായിച്ചിട്ടുള്ള സ്ക്രിപ്റ്റുകൾ, ഇന്ന സീന്, അപ്പോൾ ഇങ്ങനെ നമുക്ക് പലയിടത്തും അങ്ങനെ തോന്നാറുണ്ട്, അയ്യോ ഇത്രയ്ക്ക് സില്ലിയായിട്ട് എഴുതിയാലും ഇതിങ്ങനെ വരുമല്ലേ. അങ്ങനെ ചില ആക്ടേഴ്സിന്റെ ഒരു മാജിക് ഉണ്ടല്ലോ. ആക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 90% അവരുടെ ലോജിക്കും അവരുടെ ഇതൊക്കെയാണ് വർക്കാവുന്നത്. കൺവിൻസിങ് ആക്കണമല്ലോ. എഴുത്ത് വളരെ നോർമൽ ആയിരിക്കും. അതെ, ആക്ടിങ്ങിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിട്ട് മാറും. അപ്പൊ അതൊക്കെ എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഭയങ്കര ഗുണമാണ്. മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നതിനാണല്ലേ? മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. പിന്നെ എഴുത്ത് പരിപാടിയുടെ പ്രോഗ്രസ് എവിടെ വരെ എത്തി നിൽക്കുക?
എഴുത്ത് പരിപാടി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മറ്റേ ഞാൻ വേറൊരിടത്ത് കേട്ടതാണ്, ലുലു മാളിൽ വെച്ചിട്ടാണ് ഒരു വട്ടം മെക്സിക്കൻ അപാരതയുടെ ഡയറക്ടർ ടോം മാട്ടി വന്ന് സംസാരിച്ചത് എന്നൊക്കെ. അപ്പൊ അദ്ദേഹത്തിനോട് സ്ക്രിപ്റ്റ് പറയാൻ പോയി എന്നുള്ളതൊക്കെ വായിച്ചായിരുന്നു. അത് പിന്നെ എവിടെ എത്തിയില്ല. അല്ല, സിനിമയ്ക്ക് ഇതൊരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഞാനിപ്പം വിചാരിക്കുന്നത്, ഇപ്പൊ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഓക്കെ സെറ്റായി, നമുക്ക് പടങ്ങൾ കിട്ടും, ലൈഫിന് സ്മൂത്തായി പോകും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമുക്കിങ്ങനെ ഓരോ സെറ്റ് ബാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ നിമിഷവും നമ്മൾ ഓക്കെ ഞാൻ ഇതിന് എലിജിബിൾ ആണോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് സിനിമയെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഇപ്പൊ സിനിമയ്ക്ക് മുകളിൽ ആര് വളർന്നു എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ അവരെല്ലാം താഴെ പോയിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞത് അതൊരു വേറൊരു പെർസ്പെക്റ്റീവ് ആണ്. ലോജിക്കലി അല്ലെങ്കിൽ യുക്തിസഹമായിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകണമെന്നില്ല. അല്ലാത്ത ഒരു പെർസ്പെക്റ്റീവിൽ സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു ലൈഫും ഒരു സോളും ഒക്കെ ഉണ്ട്. അപ്പം അത് ഉണ്ടാവാനും അത് നശിക്കാനും ഒക്കെ അതിൻ്റെതായ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ മെക്സിക്കൻ അപാരതയുടെ ഡയറക്ടർ വിളിക്കുമ്പോഴും നമ്മൾ ബിഗിനേഴ്സാണ്, നമുക്ക് സിനിമ എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആളുടെ അടുത്തിരുന്നു, കഥ പറയുന്നു, അയാളുടെ വീട്ടിൽ തന്നെ നമുക്ക് എഴുതാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ എഴുതുന്നു 2 വർഷം 3 വർഷം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് നമുക്ക് ഓക്കെ ഇത് വർക്കൗട്ട് ആവില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പിന്നീടാണ്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാവും. ചിലപ്പോൾ നമ്മൾ തന്നെ ആ സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവാം. പിന്നെ ശരിക്കും അതിന്റെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ല. പ്രൊഡക്ഷന്റെ ഭാഗത്താണോ ഡയറക്ഷന്റെ ഭാഗത്താണോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ഇപ്പൊ ആക്ടർ നമ്മൾ കാസ്റ്റ് ചെയ്ത ആക്ടർ അത്യാവശ്യം നല്ല ചീത്തപ്പേരുള്ള ആക്ടറായിരുന്നു, അതുകൊണ്ടാവാം. അങ്ങനെ പല പ്രശ്നങ്ങളാവാം. സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജെനുവിൻലി സിനിമയിൽ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്ന് സിനിമയ്ക്ക് ബോധ്യം ഉണ്ടെങ്കിൽ സിനിമ നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന പോലത്തെ ഒരു വിശ്വാസം. കേൾക്കുമ്പോൾ ഇത് ബ്ലണ്ടറായിട്ട് തോന്നും, പക്ഷെ എനിക്കത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് ഓരോ ദിവസം എണീക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഞാനിതിന് യോഗ്യനാണോ എന്ന് സ്വയം എപ്പോഴും പരിശോധിക്കുക. അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. നമുക്ക് അവരെ പറയുന്ന പോലെ സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, എനിക്കാണ് സിനിമ ആവശ്യം. അപ്പം ഞാൻ സിനിമയെ തേടി അങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കുറച്ച് പണികൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. അവിടെ തൊട്ടായിരിക്കും 1 വർഷം നമ്മുടെ വളർച്ച ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ സിനിമയിൽ എത്തുന്നതിനേക്കാളും പാടാണ് സസ്റ്റെയിൻ ചെയ്യാൻ എന്നുള്ളത് പറയാറുള്ളതാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. സിനിമയിൽ എത്താനും പാടാണ്, സസ്റ്റെയിൻ ചെയ്യാനും പാടാണ്, എല്ലാം പാടാണ്. അതെന്ന് വെച്ചാൽ സിനിമ എപ്പോഴും റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്ന മീഡിയമാണ്. ഇപ്പോൾ പുതിയ ആൾക്കാർ വരുന്നു, പുതിയ സാധനങ്ങൾ വരുന്നു, പുതിയ ഐഡിയാസ് വരുന്നു. അപ്പോൾ അതിലും എന്താണ് നിനക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതെന്നുള്ള ചോദ്യം ഈ പറയുന്ന ഈച്ച് സെക്കൻഡിൽ നമ്മുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ ഒരു സെക്കൻഡിൽ നമുക്ക് ഇല്ല എനിക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അല്ല അങ്ങനെ ഒരു മൂഡ് സിനിമയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. അപ്പം അത് എപ്പോഴും നമ്മൾ തന്നെ വീണ്ടും നമുക്ക് പറഞ്ഞ പോലെ ഒരച്ചരച്ച് ഈ അഭിനയം എന്നുള്ള പാഷൻ സ്റ്റാർട്ട് ചെയ്തൊരു ടൈം ഉണ്ടല്ലോ, അതിനുശേഷം സിനിമയിലെത്തി. അപ്പം ഒരു റിയലൈസേഷൻ പോയിന്റ് അല്ലേ, ഇതായിരുന്നു എനിക്ക് വേണ്ടത്, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നുള്ളൊരു റിയലൈസേഷൻ പോയിന്റ് അല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് കിട്ടിയത് എവിടെ നിന്നായിരുന്നു? അല്ല അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് റിയലൈസേഷൻ പോയിന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ? അത് എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ കിട്ടുമെന്ന്. ഞാൻ ഭയങ്കര അത്യാഗ്രഹിയായിട്ടുള്ളൊരു ആളായതുകൊണ്ട് അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. കുറെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ അതിന്റെ പൂർണ്ണതയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി എന്ന് നമുക്ക് തോന്നും. മറ്റൊരാൾ പറയുമ്പോഴല്ല, നമുക്ക് തോന്നുമ്പോൾ ഈ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ എത്താറുണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ നിൽക്കുമെന്ന് ചോദിച്ചാൽ നിൽക്കില്ല. അതാണ് ഡയറക്ഷൻ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, എഴുതാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ റിയലൈസ് ചെയ്യുമ്പോൾ എന്താണ് ഞാൻ ഫീൽ ചെയ്യുന്നതെന്ന് അന്നേരം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ അഭിനയിക്കാനുള്ള പാഷൻ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു? ചിലപ്പോൾ ഉണ്ടാവും. നമ്മളിപ്പോൾ ലോക്കലിലൊക്കെ ചെറിയ സ്റ്റേജുകളൊക്കെ വെച്ച് ക്രിസ്മസിനും ഓണത്തിനൊക്കെ ഡാൻസും പാട്ടും അങ്ങനെയുള്ള സമയത്തിലൊക്കെ സ്റ്റേജിൽ കയറി വെറുതെ ഇങ്ങനെ തുള്ളിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് സ്റ്റേജ് എക്സ്പീരിയൻസ്. പിന്നെ ഈ പറയുന്ന പോലെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ വേനൽ തുമ്പികൾ എന്ന് പറഞ്ഞ കലാജാഥ ഉണ്ടായിരുന്നു. അപ്പം അതിലിങ്ങനെ നാടകങ്ങളും ഡാൻസും പാട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഈ ബേസായിട്ട് കിടപ്പുണ്ടായിരിക്കണം. പിന്നീട് അതൊക്കെ ഇപ്പം സിനിമ ഒരു പ്രൊഫഷൻ ആക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് അങ്ങനെ അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല നമ്മൾ വരുന്നത്. സാധാരണ കൂലിപ്പണിക്കാരായിട്ടുള്ള അച്ഛനും അമ്മയും
അവർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മളെ ഉപദേശിക്കാനൊന്നും പറ്റില്ല, അവർക്കൊന്നും അറിയില്ല. അപ്പം +2 സയൻസിന് പോകണമെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഓക്കെ പൊക്കോ. അവർക്കറിയില്ല സയൻസ് എന്താ പോയാൽ എന്താ ഗുണം, കൊമേഴ്സിന് പോയാൽ. അപ്പോൾ ചോദിച്ചു സയൻസിന് പോയാൽ എന്താ ഗുണം. ഞാൻ പറഞ്ഞു സയൻസിന് പോയി കഴിഞ്ഞാൽ അങ്ങനെ എന്ത് വേണമെങ്കിലും പഠിക്കാം, നഴ്സിങ്ങിന് പോവാം, അല്ലെങ്കിൽ MBBSന് പോവാം, എഞ്ചിനീയറിങ്ങിന് പോവാം. ഓക്കെ പഠിച്ചു. അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഡിഗ്രി ഇംഗ്ലീഷ് എടുക്കാമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് എടുത്താൽ എന്താ ഗുണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറാവാം, അങ്ങനെയുള്ള സാറാവാം, ഓക്കെ ഇംഗ്ലീഷ് എടുത്തു. അങ്ങനെ ഇംഗ്ലീഷ് എടുത്തു, BEd എടുത്തു, MA എടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് MAക്ക് 2 നാടകങ്ങൾ കളിച്ചു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് പിന്നീട് ആഗ്രഹം വീണ്ടും ഉണ്ടാവുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞപ്പം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു, KR നാരായണൻ, അവിടെ പോയി അപ്ലൈ ചെയ്ത് കിട്ടി. അങ്ങനെ ഒരു ഒഴുക്കിനൊത്ത് പോയ ഒരു സംഭവം. ഇത്രയും പഠിച്ചിട്ട് പിന്നീട് ഈ സിനിമ അല്ലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വീട്ടിൽ പറഞ്ഞപ്പം അവരെങ്ങനെയായിരുന്നു? ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആണോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് ഇങ്ങനെ അഭിനയിക്കാം, ഓക്കെ നോക്കൂ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു സേയില്ല, കാരണം ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളത് ഞാനാണ്. അപ്പൊ അവൻ എന്തെങ്കിലും വിചാരിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നായിരിക്കാം. ലിറ്ററേച്ചറൊക്കെ പഠിച്ചിട്ടായിരുന്നല്ലേ? പടത്തിൽ പറയുന്ന കളി പഠിച്ചിട്ടൊന്നും ലിറ്ററേച്ചർ ആർട്ടിനോടൊരു ഇതുണ്ടായിരുന്നു, ചായമുണ്ടായിരുന്നു. ഈ പലരും ഫഹദ് ഫാസിലിനെ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ, ഒരു റിസംബ്ലൻസ് ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ? പുള്ളിക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, അത് ഭാരമായിട്ടല്ല. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു ഇതുണ്ടെന്ന് എനിക്ക് ഉള്ളിൽ അങ്ങനെ തോന്നിയിട്ടില്ല. ചില സംഭവങ്ങളിലൊരു സാദൃശ്യം, ചില ആക്ടിവിറ്റിയില്, ചില ഡയലോഗ് ഡെലിവറിയിലൊക്കെ ഒരു സംഭവം, ഒരു സാദൃശ്യം എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും മനഃപൂർവ്വം അങ്ങനെ അല്ലാതെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പഴയ പോലെ അല്ല, പക്ഷെ ലുക്കിലൊക്കെ ചെറിയ മാറ്റം വന്നു. ആ ലുക്കിൽ മാറാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ ഇത്രയും കവർ ചെയ്തപ്പോ കറക്റ്റ് ആണ്. അല്ല, അത് അങ്ങനെ പോകും. ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ ഒരു ഒഴുക്കിനൊത്ത് പോകാന്നുള്ള ഒരു സംഭവമാണ്. കാരണം ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് ലോജിക്കലി ചിന്തിക്കാനും മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ മനസ്സിലാവില്ല അത് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് വിചാരിച്ചു ഓക്കെ, ഇനി ഇത്രയും കാലം ഒഴുക്കിനൊത്ത് പോയിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഇനിയും നമുക്ക് അങ്ങനെ ഒഴുക്കിനെതിരെ നീന്തണ്ട, ഒഴുക്കിനൊത്ത് പോവാം. അങ്ങനെ ഇത്ര വലിയൊരു ഫീൽഡില് ഇത്ര കുഴപ്പമില്ലാത്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു വലിയ ദൈവാനുഗ്രഹം ഉണ്ടായല്ലോ. അപ്പം ദാറ്റ് മീൻസ് സംതിങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല പിന്നെ പാറ ഡൗൺ ആയി പോകും. ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഭയങ്കര ആയിട്ട് നോക്കിക്കാണുന്ന ഒരു വർക്കാണ് ലവ്ലി. ലവ്ലിയിൽ അത്യാവശ്യം എനിക്കൊന്ന് നല്ലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ് ലവ്ലിയിൽ. അപ്പോൾ അത് വർക്കാവുകയാണെങ്കിൽ ഹ്യൂമർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് മറ്റ് ഡയറക്ടേഴ്സിന് കിട്ടുകയും അതുവഴി അത്യാവശ്യം കുഴപ്പമില്ല റോളുകൾ കിട്ടുകയും ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. മാത്യു ആണ് ലീഡ് ചെയ്യുന്നത്, ദിലീഷ് കരുണാകരനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ദിലീഷ് ഏട്ടനാണ് റൈഫിൾ എഴുതിയേക്കുന്നതിൽ ഒരാളാണ്. അപ്പം അങ്ങനെ അവരുടെ ഒരു ടീമിൽ ഇങ്ങനെ ഒരു സെക്കൻഡ് പടമായിട്ട് ലവ്ലി വരുന്നു. ഈ നായക വേഷങ്ങളോടാണോ അതോ ഒരുപാട് നല്ല ക്യാരക്ടർ വേഷങ്ങളോടാണോ കൂടുതൽ ഇഷ്ടം? ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും എന്തെങ്കിലും ചെയ്യാനുണ്ടാവുക. നായക വേഷം പണ്ടത്തേതിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരു ക്യാരക്ടർ ഹീറോ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കുറച്ച് വന്നിട്ടുണ്ട്. മറ്റേ ടിപ്പിക്കലി കോൾഡ് നായക വേഷം ചെയ്യാന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയല്ല. അതാണ് അതിന്റെ ട്രൂത്ത്. അങ്ങനെ അല്ലാതെ ഇപ്പോൾ വയസ്സിത്രയ എന്ന് പറഞ്ഞ പടത്തിൽ മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഏജ് ഓവറായിട്ട് കല്യാണം കഴിക്കാൻ പറ്റാതെ നടക്കുന്ന ഒരു മൊരഞ്ഞ നാട്ടുകാരൻ എന്നുള്ള ഒരു സാധനത്തിൽ നിൽക്കുമ്പോൾ അതെനിക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ എന്നോട് മാർക്കോ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എക്സ്പ്ലോർ ചെയ്യണം എന്നില്ല ആ ഒരു സൈഡ്. അല്ല, എല്ലാ സൈഡും എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. എല്ലാത്തിലും ഇപ്പം വയസ്സിത്രയിലാണെങ്കിലും ഇയാളുടെ ഇമാജിനേഷനിൽ ഇയാൾ ഭയങ്കര ഹീറോയിക്കാണ്. ആ രീതിയിലുള്ള സോങ്ങും പരിപാടിയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു മൊമെന്റ് ഒക്കെ നല്ല രസമാണ്. പറന്നിറയെ പൊന്നുണ്ടെന്ന് പറഞ്ഞൊരു പാട്ട് ഇതിനകത്ത് ഇയാൾ ഭയങ്കര ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ഫീൽഡിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇപ്പൊ ഒരു 5 വർഷം അല്ലെങ്കിൽ 7 വർഷം പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു ഷോർട്ട് ഫിലിം സ്റ്റാർ ആയിരുന്നു. ആ ഷോർട്ട് ഫിലിംസ് ഇപ്പോഴും ആരോട് ചോദിച്ചാലും അവർക്കറിയാം, എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ഷോർട്ട് ഫിലിംസിന് ഇപ്പം എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? അതായത് അന്ന് ഒരു 5 വർഷം ബാക്ക്.
ആൻഡ് ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അതിൽ ഈ ട്രെൻഡിങ് ആവുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ ഇപ്പം അജിനോമോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കണ്ടിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അത് കണ്ടിട്ട് കുറേ ഇപ്പം ആസിഫ് അലിയൊക്കെ ആണെങ്കിലും അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഷോർട്ട് ഫിലിംസ് അന്നത്തെയും ഇന്നത്തെയും ഒരു ഡിഫറൻസിയേഷൻ എങ്ങനെയായിരിക്കും നോക്കി കാണുന്നത്? ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഷോർട്ട് ഫിലിം വന്നാലെന്നാണോ ഉദ്ദേശിച്ചത്? അതും അങ്ങനെ അല്ലാതെ ഇപ്പോഴത്തെ ഷോർട്ട് ഫിലിമിന്റെ പണ്ടത്തെ ഷോർട്ട് ഫിലിമിന്റെ മൊത്തത്തിലാണ് ചോദിച്ചത്. പക്ഷെ അതിന്റെ കൂടെ ഇതും കൂടെ ആഡ് ഓൺ ഉണ്ട്. ഷോർട്ട് ഫിലിം ഇപ്പം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ കുറച്ചുകൂടെ സ്ക്രിപ്റ്റ് ഓറിയന്റഡ് ആയിരിക്കുമോ നോക്കുന്നത്? ഉറപ്പായിട്ടും. അല്ല, അന്നും ഈ പറയുന്ന പോലെ പെർഫോമൻസ് സാധനം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ വരുന്ന ഷോർട്ട് ഫിലിം എല്ലാം ചെയ്തൊന്നല്ല. അപ്പം അതിൽ ഈ പറയുന്ന കാനായിലെ മദ്യപാനികളും അജിനോമോട്ടോയും 2 ഹ്യൂജ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 വേറെ ഉണ്ട്, അതൊന്നും വർക്കായിട്ടില്ല. പക്ഷെ അതിൻ്റെ എല്ലാ ആശയങ്ങളും നല്ല രസമുള്ളതാണ്. അപ്പോൾ പെർഫോമൻസ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പം പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ള പോലെ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. സിനിമ എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ ലോകമാണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇപ്പം എന്തെങ്കിലും ഒരു സ്പാർക്ക് എവിടെയെങ്കിലും ഉണ്ടെന്ന് ആളുകൾക്ക് കിട്ടിയെങ്കിലേ നമ്മളെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുക പോലും ഉള്ളൂ. ഇപ്പം ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് ക്യാസ്റ്റ് ചെയ്തോ അയ്യോടാ നിന്റെ കാര്യം മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ഇത്ര വലിയ ലോകമാണ്. നമ്മൾ അങ്ങനെ നിന്ന് കഴിഞ്ഞെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാനങ്ങനെ ഭയങ്കര സോഷ്യലി അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ ഭയങ്കര അപ്ഡേറ്റ് ചെയ്യാറില്ല എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഷോർട്ട് ഫിലിംസ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഇപ്പം അത് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കണ്ടന്റും പിന്നെ അതിൻ്റെ ക്രൂ എന്താണ് എന്നൊക്കെ നോക്കും. മെയിനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധനമാണെങ്കിൽ ചെയ്യും. ഈ സിനിമകളിൽ ഇപ്പോഴും ചാൻസ് ഒക്കെ ചോദിക്കാറുണ്ടോ? പിന്നെ ഇപ്പം ചാൻസ് ചോദിക്കാറുണ്ടോ? അതിന് നമ്മളെവിടെ എത്തിയിട്ടില്ലല്ലോ. മമ്മൂട്ടി ചാൻസ് ചോദിക്കുന്നു. ചാൻസ് നമ്മൾ കാണുമ്പം ഡയറക്ടേഴ്സിനെ കാണുമ്പോൾ ചേട്ടാ അടുത്തേക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം, ഒന്ന് ഓർത്തേക്കണേ എന്ന് പറയും. പിന്നെ പിന്നെ എന്ന് പറയും. പക്ഷെ അവർ ഓർക്കൊന്നുമില്ല. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അവരുടെ കുറ്റമല്ല അത്. ആ ടൈമിൽ കാസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശരിക്കും ഭയങ്കര എക്സാക്ട് കാസ്റ്റിംഗ് ആയിരിക്കും ഞാൻ, പക്ഷെ ഓർക്കൂല. അതങ്ങനെയാണ്. അത് നമ്മളും സ്ക്രിപ്റ്റിലൊക്കെ ഇരിക്കുമ്പം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ ചോദിക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളായിരിക്കും, പക്ഷെ നമ്മൾ ഓർക്കൂല. ആ മൊമെന്റിൽ നമ്മൾ ഓർക്കൂല. അതുകൊണ്ട് അങ്ങനെ പരിഭവങ്ങളൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ ചോദിക്കും, സന്തോഷം, അത്രേ ഉള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, പിന്നെ വിളിക്കാത്തത് കൊണ്ട് എനിക്കിത് മിസ്സായി എന്നൊക്കെ തോന്നിയത്? അങ്ങനെ വിളിക്കാത്തതുകൊണ്ട് മിസ്സായി തോന്നുന്നു. ഒരുപാട് നല്ല പെർഫോമൻസ് കാണുമ്പോൾ ഷോ ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിലും നമുക്ക് തോന്നുമല്ലോ ഓട്ടോമാറ്റിക്കലി. അത്രേ ഉള്ളൂ. വിളിക്കാത്തതിൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സിനിമ എന്ന് പറയുന്നത് വേറൊരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ അച്ഛനൊരു 10,000 കോടി രൂപ അക്കൗണ്ടിലുണ്ട്, അവനെ വെച്ചിട്ട് ഒരു 5-6 പടം ചെയ്യാം എന്ന് വിചാരിച്ചിറങ്ങിയെന്നാൽ നമുക്ക് സ്റ്റാർട്ട് ആവാം. സർവൈവിങ്ങിന് അതിൻ്റെതായ ഒരു ത്രില്ലുണ്ട്. നമ്മളൊന്നും അല്ലാത്തടത്തുനിന്ന് വന്നിട്ട് നമ്മളിങ്ങനെ പതിയെ ഓരോ നല്ല റോളുകൾ കിട്ടി, അത് നന്നായിട്ട് ചെയ്ത ആൾക്കാർ നല്ലത് പറഞ്ഞു, അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് കയറി വരിക എന്ന് പറയുന്നത് വലിയ കിക്കാണ്. മറ്റേതിന് ആ കിക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം. കിക്ക് പിടിച്ച് മുന്നോട്ട് പോവാണല്ലോ. ഓഫ് കോഴ്സ്. ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു അഡിക്ഷൻ ആയി മാറിയോ ഈ കിക്ക്? അഡിക്ഷൻ അല്ല, ഈ കിക്കിന് അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെതായ നന്മകളും ഉണ്ടല്ലോ. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ 10 വയസ്സല്ലാതെ തെണ്ടിത്തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ കേക്കിന് അത്ര അഡിക്ഷൻ ഉണ്ടാവില്ല. അതല്ലാതെ നമുക്ക് പടങ്ങൾ കറക്റ്റായിട്ട് വരുമ്പം അതൊരു പ്രത്യേക സെറ്റപ്പാണ്. ഇപ്പം നല്ല നല്ല ക്യാരക്ടർ റോൾ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ബാക്കപ്പ് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഇപ്പം പറ്റുന്നുണ്ട്. പതുക്കെ അല്ലേ ഇത് വരിക. 6-7 വർഷമായില്ലേ അപ്പോൾ ഓട്ടോമാറ്റിക്കലി. പക്ഷെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം കുറെ അഡിക്ഷൻസ് നമുക്കിങ്ങനെ വണ്ടി അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൈസ ഇങ്ങനെ ചെലവായി പോയി. ബൈക്ക് എടുത്തതിന്റെ ആർട്ടിക്കിൾ ബൈക്ക്, കാറ് അതിങ്ങനെ എടുക്കാം, മറിക്കാം. പുതിയ ഭയങ്കര അപ്ഡേറ്റഡ് ആണോ വണ്ടികളുടെ കാര്യം? അല്ല, അങ്ങനെയല്ല. നമുക്ക് ഒരു വണ്ടി കുറച്ചു കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മാറാം, അപ്പം അത് മാറും. ഫോൺ അങ്ങനെ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് മാറാം. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഉണ്ട്. ദൈവം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കില്ല. ഓക്കെ, അപ്പൊ പ്രശാന്തായിട്ട് ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിക്കാൻ പറ്റിയാലും. ഇനിയും വരാൻ പോകുന്ന സിനിമകളൊക്കെ ഒരുപാട് വലിയ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ചെയ്തു വെച്ച കഥാപാത്രങ്ങളും ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ലവ്ലി പോയി കാണണം.